ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പുതിയൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. പൂളയും ചെമ്മീനും അതുകൊണ്ട് നല്ല പെരട്ടിയ രൂപത്തിൽ നല്ലൊരു റോസ്റ്റ് പരുവത്തിലുണ്ടാക്കുന്ന വിഭവമാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള ചേരുവകളാണ് 3 സവാള, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, ഒരു തുടം നല്ലോണം ചതച്ചത്, 3 ടൊമാറ്റോ. ഇത്രയും ചേരുവകളാണ് ഇതിലേക്ക് വേണ്ടിയത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പൂള തൊലി കളഞ്ഞ് വേവിച്ചെടുക്കണം. അതാണ് അടുത്ത പ്രോസസ്സിങ്. അപ്പോൾ നമുക്ക് പൂള തൊലി കളഞ്ഞ് അതൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പൂള നമ്മൾ നല്ലോണം വേവിച്ച് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഒഴിക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്, തവിടെണ്ണ, RCMൻ്റെ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. ആ ഉലുവ ഒന്ന് മൂക്കുന്നത് വരെ. അതിലേക്ക് അടുത്തത് ജീരകം, ഒരു 1/4 സ്പൂണ് അതേമാതിരി ജീരകം ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക. ഇനി നല്ല മൂക്കുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി സവാള നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഉള്ളി നല്ലോണം വാടി വരുന്നുണ്ട്. ഒന്ന് വാടിയതിന് ശേഷം അടുത്തത് എന്തെല്ലാം ഇതിൽ ആഡ് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഒരു 1.5 കിലോ പൂളയിലേക്ക് ഒരു 1/2 കിലോ ചെമ്മീനാണ് തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. നല്ല മസാലയൊക്കെ റെഡി ആയതിന് ശേഷം നമുക്ക് ആ ചെമ്മീൻ അതിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ എങ്ങനെ വേവിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ടൊമാറ്റോ 3 എണ്ണം അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം വാട്ടിയെടുക്കണം. അപ്പോൾ ടൊമാറ്റോയും സവാളയും നല്ല വഴറ്റി വരുന്നുണ്ട്. നല്ലോണം റോസ്റ്റ് ആയതിന് ശേഷമാണ് നമ്മളതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തെല്ലാം മസാലകളാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് 2 ഇല്ലി വേപ്പില കൂടി ആഡ് ചെയ്താണ്. അടുത്തത് മസാല ആഡ് ചെയ്യണം. ഇനി നമ്മൾ മസാല ആഡ് ചെയ്യണത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/2 സ്പൂണ്. അടുത്തത് മല്ലിപ്പൊടി 1 സ്പൂണ് നിറച്ചെടുക്കുക. മുളക് പൊടിയാണ്, അത് 1 സ്പൂണ് നിറച്ചെടുക്കുക. അത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി കൂടുതൽ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് സബ്ജി മസാല എന്ന് പറയും. അത് RCMൻ്റെ
കടകളിൽ ചെന്നാൽ സബ്ജി മസാല കാണാം. നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിൽ സാൾട്ട് ആഡ് ചെയ്യണം. അത് ഒരു അര സ്പൂണ് സാൾട്ട് ഇപ്പോൾ ആഡ് ചെയ്യുക. എന്നിട്ട് പാകത്തിന് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പാകത്തിനനുസരിച്ച് ഇടാം. ഇതിലേക്ക് ലേശം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക പാകത്തിന്. നമ്മൾക്കിതിൽ ചെമ്മീൻ ഇട്ടിട്ട് നല്ല വേവിച്ചെടുക്കണം. ഇനി നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ ഇട്ടിട്ട് നല്ല ചെമ്മീൻ വേവിച്ചെടുക്കണം. ഇത് ചെമ്മീൻ വെന്തതിന് ശേഷം നോക്കാം. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നല്ല ചെമ്മീൻ നല്ല വെന്ത് വരുന്നുണ്ട്. നല്ല ഉഷാറായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൂള ആഡ് ചെയ്ത് കൊടുക്കണം. പൂള ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഇതിൽ ഇങ്ങോട്ട് വിരട്ടി എടുക്കാനുള്ളതാണ് സംഭവം. അല്ലാണ്ട് കഴിച്ചാണ്ടല്ലോ. അപ്പോൾ പൂളെല്ലാം നല്ല വേവിച്ച് അതിലേക്ക് ഇടാനുള്ള പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ മസാല വെന്ത് വരുന്നുണ്ട്. ചെമ്മീനൊക്കെ നല്ലൊന്ന് വെന്തതിന് ശേഷം നമുക്ക് പൂള ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേ പരുവത്തിലായി വരണം. എന്നിട്ട് നമുക്കിതിലേക്ക് പൂള ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ പൂള വേവിച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1.5 കിലോ പൂള നല്ലോണം അതേമാതിരി വെട്ടി വേവിച്ചെടുക്കുക. നല്ല ചെമ്മീൻ കൊണ്ടുവന്ന് നല്ല റോസ്റ്റാക്കി എടുക്കുക. അതിലിട്ടിട്ട് നല്ലാണ്ട് മിക്സ് ചെയ്യുക. നല്ല മിക്സായിട്ട് വരണം. നല്ല മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നല്ല മിക്സ് ആക്കിയിട്ടുണ്ട് പൂളയും ചെമ്മീനും. അപ്പോൾ പൂളയും ചെമ്മീനും കൂടെയുള്ള നല്ല റോസ്റ്റാണിത്. അപ്പോൾ അത് തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. സൂപ്പറായിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.